മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്നു. മുംബൈയിൽ ഓറഞ്ച് അലർട്ടാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തതോടെ പലയിടത്തും റോഡ്, റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. നവി മുംബൈ, താനെ മേഖലകളിലും കനത്ത മഴയാണ് ലഭിച്ചത്. കൊങ്കൺ മേഖലയിലും തീവണ്ടി ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും തീവണ്ടികൾ വൈകിയാണ് ഓടുന്നത്. വിവരങ്ങളുമായി മുംബൈയിൽ നിന്നും പ്രേംലാൽ ചേരുന്നുണ്ട്. പ്രേംലാൽ, ഗുഡ് മോർണിംഗ്. മുംബൈയിൽ വലിയ രീതിയിൽ മഴയുണ്ട് എന്ന് തന്നെ വ്യക്തമാകുന്നു. വിവിധ മേഖലകളിൽ തന്നെ ഇത് ശക്തമായി തുടരുന്ന സാഹചര്യവും ഉണ്ടല്ലോ. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി? പ്രിയ, ഗുഡ് മോർണിംഗ്. മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം മഴ കനത്തതോടെ റോഡുകളിലും റെയിൽ ട്രാക്കുകളിലും വെള്ളം പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. നവി മുംബൈ, താനെ മേഖലകളിലും കനത്ത മഴയാണ് ലഭിച്ചത്. വരും ദിവസങ്ങളിലും ശക്തിയായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വേലിയേറ്റ സാധ്യത കണക്കിലെടുത്ത് കടൽത്തീരത്ത് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുംബൈയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലെ താനെ, പാൽഗർ, രത്നഗിരി, റായ്ഗഡ്, സിന്ധുദർഗ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ അന്തേരി, സബ്വേ അടക്കം നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളായ സയൺ, ജോഗേശ്വരി തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തു. താഴ്ന്ന പ്രദേശങ്ങളിലെ പ്രധാന പാതകളിൽ വെള്ളം കയറിയതോടെ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടാണ് പ്രശ്നപരിഹാരം കണ്ടത്. മുംബൈയിലെ ലോക്കൽ ട്രെയിൻ സർവീസുകളെയും വിപരീതമായി ബാധിച്ചു. ട്രെയിനുകളുടെ കാലതാമസം റദ്ദാക്കലും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെ ഓഫീസുകളിൽ എത്താൻ ഉള്ളവരായിരുന്നു ഏറെ ബുദ്ധിമുട്ടിയത്. മഴ തുടർന്ന സാഹചര്യത്തിൽ തിരികെ വീട്ടിലെത്താനും സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. ദീർഘദൂര ട്രെയിനുകളും വൈകിയാണ് ഓടിയത്. പല സർവീസുകളും താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം മുംബൈ എയർപോർട്ടിൽ വിമാന സർവീസുകൾ നിലവിൽ ഷെഡ്യൂൾ പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം മോശം കാലാവസ്ഥയെ തുടർന്ന് പല സർവീസുകളും വൈകിയിരുന്നു. എന്നിരുന്നാലും കനത്ത മഴ ഇന്നും തുടരുമെന്ന മുന്നറിയിപ്പിൽ മുംബൈയിലെ എയർ ട്രാഫിക്കും തിരക്കും പരിഗണിച്ച് യാത്രക്കാർ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പതിവായി പരിശോധിക്കാനാണ് എയർലൈൻസ് ആവശ്യപ്പെടുന്നത്. മുംബൈയിലെ തിരക്കേറിയ അന്തേരി, ബാന്ദ്ര മേഖലയിലാണ് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ഗതാഗത കുരുക്കുകൾ റിപ്പോർട്ട് ചെയ്തത്. പ്രമുഖ വ്യവസായി മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് 3 ദിവസം നീണ്ട ആഘോഷ പരിപാടികൾക്കായി ജൂലൈ 15 വരെ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും ഈ പ്രദേശത്തെ ഗതാഗത കുരുക്ക് വർദ്ധിക്കാൻ കാരണമായി. വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ബാന്ദ്ര കുർല മേഖലയിലാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെയും വിദേശത്തെയും നിരവധി പ്രമുഖരും സെലിബ്രിറ്റികളുമായി ആയിരക്കണക്കിന് അതിഥികളാണ് മുംബൈയിൽ എത്തിയിരിക്കുന്നത്. ശക്തിയായ മഴയുടെ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും ഇന്ന് രാവിലെ മുതൽ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. പ്രേംലാൽ, ഇത്തരത്തിൽ മഴ പലയിടത്തും കൂടുതൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ജനങ്ങൾ സുരക്ഷിതരായിരിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് സർക്കാർ ഏതെല്ലാം രീതിയിൽ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് അവിടെ? വെള്ളക്കെട്ട് നടന്ന സ്ഥലങ്ങളിൽ പമ്പ് വെച്ച് വെള്ളം നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അത് പല സ്ഥലങ്ങളിലും ഫലപ്രദമായി കണ്ടു. ബാക്കി ഗതാഗതം വഴിതിരിച്ചു വിടുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. മഴ ശക്തിയായി തുടർച്ചയായി മഴയുണ്ടായാൽ മുംബൈയിലെ ഒരു അവസ്ഥ കാലങ്ങളായി, വർഷങ്ങളായി ഇത് തന്നെയാണ്. ശരി, എന്തായാലും മുംബൈയിലും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. വിവിധ മേഖലകളിൽ വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉള്ള സാഹചര്യം. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു സ്ഥിതി ഉണ്ട് അവിടെ. ഗതാഗത തടസ്സവുമുണ്ട്. റെയിൽ ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യം. കൊങ്കൺ റെയിൽവേയിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയൊക്കെ ഉണ്ട്. അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. എന്തായാലും മുംബൈയിലെ സാഹചര്യമാണ് പ്രേംലാൽ വിശദമായി പറഞ്ഞത്.